ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് മൂഡ്സ് ആണ്. മൂഡ്സും പിന്നെ ടൈപ്പ് ഓഫ് മൂഡ്സും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. നമുക്കപ്പോൾ നോക്കാം. മൂഡ്സ് എന്ന് പറയുന്നത് ദ മൂഡ്സ് ഓഫ് എ വെർബ് ഈസ് ദി ഫോം ഇറ്റ് ടേക്സ് ടു ഷോ വെദർ തിങ്സ് ആർ റിഗാർഡഡ് ആസ് സർട്ടൺ, പോസിബിൾ ഓർ ഡൗട്ട്ഫുൾ, there are പോസിബിൾ ഓർ ഡൗട്ട്ഫുൾ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഇത് സൂചിപ്പിക്കുന്ന എന്തിനാണ്, ഏത് ഭാവത്തിലാണ് വെർബ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നതിനെയാണ് നമ്മൾ മൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ അതുകൊണ്ട് അതിനെയാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. ഓക്കെ, വെർബിന്റെ ആ ഒരു ഫോമിനെയാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. regarded as certainly possibly doubtful. Okay, അപ്പോൾ there are 3 moods in English. 3 moods ആണുള്ളത് ഇംഗ്ലീഷിൽ. ഒന്ന് ഇൻഡിക്കേറ്റീവ് മൂഡ്സ്, ഇമ്പാരറ്റീവ് മൂഡ്സ്, സബ്ജക്റ്റീവ് മൂഡ്സ്. ഈ 3 മൂഡ്സ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇൻഡിക്കേറ്റീവ് മൂഡ്സ് വന്നിട്ട്, ഇൻഡിക്കേറ്റീവ് മൂഡ്സ് ഈസ് യൂസ് ടു മേക്ക് ആൻ അഫോർമേറ്റീവ് ഓർ ടു ആസ്ക് ക്വസ്റ്റ്യൻ അബൌട്ട് എ ഫാക്ട് ഓർ അബൌട്ട് എ സപ്പോസിഷൻ വിച്ച് ഈസ് അസ്യൂം ടു ബി എ ഫാക്ട്. അതായത് ഇതിനെ നമ്മൾ ഒരു ചോദ്യം പോലെ ചോദിക്കുന്നതിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റീവ് മൂഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ചോദ്യം മാത്രമല്ല അഫർമേഷൻസും വരും, അങ്ങനെയൊക്കെ. അതൊക്കെയാണ് നമുക്ക് ഇൻഡിക്കേറ്റീവ് മൂഡ്സിൽ വരുന്നത്. ഇപ്പൊ രാധ ഈസ് റീഡിങ് എ ബുക്ക്. രാധ ഒരു പുസ്തകം വായിക്കുമായിരുന്നു, ബുക്ക് വായിക്കുമായിരുന്നു, പുസ്തകം. രാജു ഈസ് മൈ ഫ്രണ്ട്. രാജു എന്റെ സുഹൃത്താണ്. ഗോഡ് ലവ്സ് അസ് ഇൻഫൈനറ്റ്ലി. ദൈവത്തിന് ഞങ്ങളെ ഇഷ്ടമാണ്. ഹി ഈസ് എ ജേർണലിസ്റ്റ്. അവനൊരു ജേർണലിസ്റ്റ് ആണ്. ഡിഡ് യു ഗോ ടു ടെമ്പിൾ യെസ്റ്റർഡേ. നീ ഇന്നലെ അമ്പലത്തിൽ പോയിരുന്നോ? ആർ യു ഹാപ്പി. നീ ഹാപ്പി ആയിരുന്നോ? ഡിഡ് യു റീഡ് ദിസ് ബുക്ക്. ഈ പുസ്തകം നീ വായിച്ചിട്ടുണ്ടോ? ഹു ഈസ് യുവർ ക്ലാസ് ടീച്ചർ. നിന്റെ ക്ലാസ് ടീച്ചർ ആരാണ്? ഇത് ഇത്രയൊക്കെയാണ് വരുന്നത്. ഇതിൽ വരുന്നത് മുകളിൽ കൊടുത്തിട്ടുള്ള ഉദാഹരണങ്ങളെല്ലാം സ്റ്റേറ്റ്മെന്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് പോലെയാണ് അത് വരുന്നത്. ഓക്കെ, ഈ വാക്യങ്ങളിൽ വെർബുകൾ എല്ലാം ഇന്നോഗ്രേറ്റീവ് മൂഡ്സ് ആണ് ഉള്ളത്. മൊത്തത്തിലും ഇന്നോഗ്രേറ്റീവ് മൂഡ്സ് ആണുള്ളത്. ഈസ് എന്നൊക്കെ വരുന്നില്ല, അതുകൊണ്ടാണ് ഇന്നോഗ്രേറ്റീവ് മൂഡ്സിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി രണ്ടാമത്തെ ഇമ്പാരറ്റീവ് മൂഡ്സ്. ദ ഇമ്പാരറ്റീവ് മൂഡ്സ് ഈസ് യൂസ് ടു എക്സ്പ്രസ് എ കമാൻഡ് ആൻഡ് എക്സോഷൻ ഓർ എ റിക്വസ്റ്റ്. ഇത് കമാൻഡ്, എക്സോഷൻ, റിക്വസ്റ്റ് ഒക്കെ പോലെ വരുന്നതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ വന്നിട്ട് പ്ലീസ് ഹെൽപ്പ് മീ. നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമോ? പിന്നെ സ്റ്റാൻഡ് അപ്പ്, എഴുന്നേൽക്കൂ. ലീഡ് അസ് ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്. പിന്നെ ഡാർക്ക്നെസ്, അതായത് ഇരുട്ടീനെ വെളിച്ചത്തേക്ക് കൊണ്ടുവരൂ. സ്റ്റഡി വെൽ, നന്നായിട്ട് പഠിക്കൂ. അപ്പൊ ഇതൊക്കെയാണ് ഒരുമാതിരി കമാൻഡ്, റിക്വസ്റ്റ് ഒക്കെ പോലെ വരുന്നതിനാണ് നമ്മൾ ഈ ഒരു ഇമ്പാരറ്റീവ് മൂഡ് വരുന്നത്. ഇനി അടുത്തത് ലാസ്റ്റ് ആയിട്ട് വരുന്നത് സബ്ജക്റ്റീവ് മൂഡ്സ്. ദ സബ്ജക്റ്റീവ് മൂഡ്സ് ഈസ് യൂസ് ടു എക്സ്പ്രസ് എ വിഷ്. ഇത് വിഷ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ടാണ്. എ ഡൗട്ട്ഫുൾ ഓർ ഇംപോസിബിൾ കണ്ടീഷൻ, എ പർപ്പസ് ഓർ പ്രൊപ്പോസൽ ഓർ ഡൗട്ട്ഫുൾ ആയിട്ട് വരുന്നതാണ്. അതായത് ഇമ്പോസിബിൾ കണ്ടീഷൻസിലൊക്കെ വരുന്നതാണ്. ഓക്കെ, അതായത് നമുക്ക് എന്തുവാ, ഈ ആഗ്രഹത്തെ അസാധാരണമായ സംശയമുള്ളതോ ആ സംശയമുള്ള ഉദ്ദേശത്തെ സംശയങ്ങൾ തുടങ്ങി വെക്കുകയാണ്. അതായത് നമുക്ക് എന്തെങ്കിലും സംശയം, നമുക്ക് എന്തെങ്കിലും ഡൗട്ട്ഫുൾ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് ചോദിക്കുക. ഇപ്പൊ നമുക്ക് ഓരോ കാര്യത്തിനൊക്കെ ഡൗട്ട് വരും, അപ്പൊ നമ്മൾ നമ്മുടെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ വരും, അത് വെച്ചിട്ട് ചോദിക്കുന്നതാണ് നമ്മൾ സബ്ജക്റ്റീവ് മൂഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഐ വിഷ് ഐ വേർ യങ്ങർ. ഞാൻ വിചാരിച്ചു ഞാൻ എന്താ ചെറുപ്പമായിരുന്നുവെങ്കിൽ. ഇഫ് ഷീ കെയിം ഹിയർ നൗ ഐ വുഡ് ബീറ്റ് ഹർ. അവൾ ഇപ്പൊ വന്നിരുന്നുവെങ്കിൽ ഞാൻ അവളെ അടിച്ചേനെ. ഇഫ് ഐ വേർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഞാനിപ്പോ പറഞ്ഞേനെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ മൂന്നും ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പൊ അതിന്റെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിന് കമന്റ് റിപ്ലൈയും തരും, ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്റെ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്.
അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പോൾ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾ അത് വിളിക്കുമ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അപ്പോൾ പറയുന്നതായിരിക്കും. ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാകും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കാം. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സി യു.